ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. JVS വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ അമ്പലത്തിൽ പോയിപ്പോൾ വന്നിട്ടുള്ളൂ. അടുക്കളയ്ക്കൊന്നും കയറിയിട്ടില്ല. അനിയനും ഭാര്യയൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കിയിട്ടില്ല. ബെല്ലക്കുട്ടി പാല് ഇട്ടായിട്ട് സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. വേഗം പോയി പാല് കാച്ചി നോക്കിയിട്ട് ആദ്യം. അനിയൻ്റെ വൈഫ് അടുക്കളയ്ക്ക് എത്തി. ഇനി പണി തുടങ്ങാം. വേണ്ട, നമുക്ക് ബെല്ലക്കുട്ടിക്ക് പാലുണ്ടാക്കാം കേട്ടോ. പാല് കഴിച്ചാനാണ് ബെല്ലക്കുട്ടിയുടെ അക്ഷമയായി. ഫസ്റ്റ് നമ്മൾ അവൾക്ക് പാല് കാച്ചി കൊടുത്തതിന് ശേഷം ചായ ഓക്കെ. കുട്ടിക്ക് പാല് വേണോ? പാല് വേണോ? ഇപ്പൊ തരാട്ടോ. ചേച്ചി എടുക്കണ്ടോ? പാല് ഉണ്ടോ? ണൊക്കെ പാല് വേണോ കുട്ടിക്ക്? പാല് വെച്ചോട്ടോ. മേജാറില്ല. അപ്പൊ ആരാരെയും കൊണ്ടുപോകുന്ന രീതിയിലാണ് കുടിക്കുന്നത്. അതൊക്കെ സൗണ്ട് ഉണ്ടോ? അത് കഴിഞ്ഞു ബെല്ലക്കുട്ടി. ഇത്ര പെട്ടെന്ന്? അയ്യോ, പാല് കുടിച്ച് കിടക്കലും തുടങ്ങിയോ ബെല്ലക്കുട്ടി? ഞാൻ ആ പാല് കൊടുത്ത് അടുക്കളയിൽ എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്ക് പാല് കുടിച്ച് കടന്നു. എന്തോ ഒരു ധൃതി. അടുക്കളയ്ക്ക് എത്തി. വെള്ളം കൊണ്ടുവരാൻ പോവാ. ചിക്കൻ കറി ഇല്ല. വെള്ളം കൊണ്ടുവരാൻ പോയ ആളെ കാണാനില്ല, അതുകൊണ്ട് നോക്കിയതാ. അച്ചു വെള്ളം കൊണ്ടെത്തി. ഞാൻ അച്ചു ചായ ഉണ്ടാക്കൂട്ടോ. അച്ചു ചായ ഉണ്ടാക്കാൻ റെഡിയല്ലേ? അപ്പുന് നൈറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പു നൈറ്റൊക്കെ കഴിഞ്ഞെത്തി. അവൻ്റെ കുട്ടികളൊക്കെ കൊഞ്ചിക്കണതാ. ശങ്കറിൻ്റെ അടുത്ത് പോയില്ലടാ? എന്താ അനുവിന്റെ ചിക്കൻ കറി ആയേനു? മറുപടി പറഞ്ഞു. എന്റെ ചപ്പാത്തി ആയിട്ടില്ല കേട്ടോ. ചപ്പാത്തി ഒന്നൊരു സുഖം കിട്ടുന്നില്ല. ചപ്പാത്തി റൗണ്ടായി വരുന്നില്ല. ഞാൻ നടക്കാണ്ട് ഇപ്പൊ തരാം. കുഴക്കൊന്നും വേണ്ടേ? ഒക്കെ തിന്നട്ടോ. ആരോട് പറയണത്? ഇത് കൊടുത്ത് ഞാൻ ഇവിടെ എത്തുമ്പോഴേക്ക് ഓള് കഴിഞ്ഞോളൂ. അങ്ങനെ ചപ്പാത്തി ചിക്കൻ കറിയായി. അനു ഉണ്ണിക്കുട്ടനും കഴിച്ചു. ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നല്ല കളറൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കട്ടെ. അനുവിൻ്റെ ചിക്കൻ കറിയാണ്. അനു അച്ചു ഇപ്പം അങ്ങാടി പോയിട്ട് എന്തൊക്കെ കൊണ്ടുവന്ന്. കേക്കും വേണം. കാലിനാണ് വയ്യാത്ത, പക്ഷെ ഗർഭിണികളെ പോലെ അങ്ങനെ തിന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ബിരിയാണി റെഡി ആയിട്ടോ. ഉണ്ണിക്കുട്ടിന് എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവും. ഞങ്ങളെ ബിരിയാണി റെഡി ആയിട്ടോ. ഉണ്ണിക്കുട്ടൻ അങ്ങനെ നിൽക്കാൻ കഴിയുണ്ടോ? കാല്. ഉണ്ണിക്കുട്ട ബിരിയാണി എങ്ങനെയുണ്ട്? പൊളി. അങ്ങനെ ഉണ്ണിക്കുട്ടനും അതിനും വിരുന്നൊക്കെ കഴിഞ്ഞ് പോകാനുള്ള ഒരുക്കത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കൊരേ യാത്രയാക്കാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഓക്കെ ബൈ. ടാറ്റാ.